ഹായ് വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് നമസ്കാരം. നിങ്ങളെല്ലാവരെയും ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന കുക്കറി ചാനലിലേക്ക്, യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഓണോത്സവത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ആദ്യത്തെ എപ്പിസോഡ് കൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് തന്നെ ഒരു പ്യുവർ ചൈനീസ് വിഭവം കൊണ്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ചിക്കൻ ഗ്രീൻ ചില്ലി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചില്ലി ചിക്കൻ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു അല്പം പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് കിട്ടുന്ന ഒരു ചൈനീസ് വിഭവമാണ്. പക്ഷേ ഈ ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കഴിക്കുന്ന സാധനം ചൈനയിൽ എവിടെ പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു വിഭവം അവിടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. പിന്നെ ചൈനയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു വാസ്റ്റ് കൺട്രിയാണ്, വളരെ വലിപ്പം കൂടിയ ഒരു കൺട്രിയാണ്. അവിടെ പല പ്രവിശ്യകളുണ്ട്, സൗത്ത് നോർത്ത് അത് ഇങ്ങനെയൊക്കെയുള്ള പ്രവിശ്യകളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ ഉണ്ട്. പിക്കിംഗ് ഉണ്ട്, യാങ്ഷു റിവർ ഏരിയ ഉണ്ട്, പിന്നെ നമ്മുടെ ഷെസ്വാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഷാങ്ഹായ് എന്നുള്ള ഇതുണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, കാന്റോണീസ് ചിക്കൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകൾ പ്രവിശ്യകളുണ്ട്. ഇതിലെല്ലാ പ്രവിശ്യകളിലും കുക്കിംഗ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എല്ലാം വ്യത്യാസമുണ്ട്. കൂടാതെ കേരളത്തിൽ തന്നെ ഒരു ജില്ല ഉണ്ടാക്കുന്ന സാധനമല്ല അടുത്ത ജില്ലയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത്രയും വലിയ രാജ്യമായ ചൈനയിൽ പലതരത്തിലുള്ള കുക്കിംഗ് രീതികളാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടു പഠിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒറിജിനൽ ചൈനീസ് വിഭവം, ഇപ്പം ഞാനിത് ഏതാണ്ട് ഒറിജിനൽ ഒരു ചൈനീസ് വിഭവം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ചിക്കൻ ഗ്രീൻ ചില്ലി എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ഒരു സോസ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആ സോസിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഇതാണ് നമ്മൾ ലൈറ്റ് സോയ സോസ്, ഇതുണ്ട്. ഇതിൽ ഡാർക്ക് സോയ സോസും ഇതും വ്യത്യാസമുണ്ട്. ഇത് അല്പം കൂടെ കോസ്റ്റ്ലിയാണ്. ഇതാണ് ലൈറ്റ് സോയ സോസ്. പിന്നെ ഇത് ഡാർക്ക് സോയ സോസ് ഉണ്ട്, നമ്മൾ ഉപ്പുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് ഇതിൻ്റെ എല്ലാ അളവ് ഞാൻ പിന്നെ കൊടുക്കുന്നതായിരിക്കും. കോൺഫ്ലവർ ഉണ്ട്, കൂടാതെ നമ്മുടെ നല്ലെണ്ണയുണ്ട്, ജിഞ്ചല്ലി ഓയിൽ നല്ലെണ്ണയുണ്ട്, പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ട് വിനീഗർ എന്നാണ് പറയുക. മാൾട്ട് വിനീഗർ കിട്ടാത്ത കാരണം ഞാൻ വൈറ്റ് വിനീഗറാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ കഴുത്ത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ അത്ര പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരു മസ്റ്റാണ്, ചൈനീസ് കുക്കിങ്ങിൽ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് സ്റ്റോക്ക് എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ നമുക്കിത് ഇത് മിക്സ് ചെയ്യാം. അത് ആദ്യമായിട്ട് മിക്സ് ചെയ്യാൻ നമ്മൾ ലൈറ്റ് സോയ സോസ് ചേർക്കുന്നുണ്ട്, പിന്നെ ഡാർക്ക് സോയ സോസ്. ഇത് സോസാണ്. പിന്നെ നമ്മൾ ഉപ്പാണ്, കുറച്ച് മതി. ഇത് സോസിലെല്ലാം ഉപ്പുള്ള കാരണം വളരെ കുറച്ച് ഉപ്പിട്ടാൽ കഴിഞ്ഞാൽ മതി. ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ ഇത് കോൺഫ്ലവറാണ്, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ട്. അതുപോലെ വിനിഗറാണ്. ഇപ്പം വിനിഗർ മാൾട്ട് ഇല്ലാത്തത് കാരണം ഞാൻ നമ്മുടെ വൈറ്റ് വിനിഗറാണ് ചേർക്കുന്നത്. പിന്നെ ഇത് ജിഞ്ചല്ലി ഓയിൽ, നമ്മുടെ നല്ലെണ്ണയാണ്. നല്ലെണ്ണ ചില ചൈനീസ് വിഭവങ്ങളിൽ നല്ലെണ്ണ ചേർക്കാറുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു സൈഡിൽ സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ സ്റ്റോക്കും ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വയ്ക്കേണ്ടത്. നമ്മൾ സോസ് തയ്യാറാക്കി മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി അപ്പോൾ അടുത്തത് നമ്മൾ വേണ്ടത് ഇത് ചിക്കൻ സീസണിങ് ആണ്. അടുത്ത ചൈനീസിലെ നടപടിയാണ് സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ സീസണിങ്ങിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ഫ്രഷ് പെപ്പറാണ്, ബ്ലാക്ക് പെപ്പർ ഫ്രഷ് ആയിട്ടുള്ള വേണം. അപ്പോഴതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ളൂ.
ഫ്രഷ് ആയിട്ട് എടുത്തു. ഇനി അടുത്തത് നമ്മുടെ MSG ആണ്. MSG എന്ന് പറഞ്ഞാൽ മോണോ സോഡിയം ഗ്ലൂക്കോമേറ്റ്, നമ്മൾ ഈ അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനമാണ്. ഇത് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊന്നും പ്രശ്നമുള്ളതായിട്ടൊന്നും ലോകത്തിൽ എവിടുത്തും കണ്ടുപിടിക്കില്ല. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, അത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അല്പം ചേർക്കാം, അത് പ്രത്യേക ഒരു ടേസ്റ്റ് വരും, അത് ചേർക്കാം. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ളത് ലൈറ്റ് സോയാ സോസാണ്. ലൈറ്റ് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഡാർക്ക് സോയാ സോസ്, അത് 1 ടീസ്പൂൺ മതി. നമ്മൾ സോസിന് ഇതിൻ്റെ നേരെ എതിരായിരുന്നു ചേർത്തിരുന്നത്. ഇനി അടുത്തത് നമ്മുടെ റെഡ് വൈനാണ്. വൈൻ ഷെറി അല്ലെങ്കിൽ വൈൻ റൈസ് വൈൻ എന്നൊക്കെ പറയും. അതില്ലാത്ത കാരണം ഞാൻ സാധാരണ റെഡ് വൈനിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഞാൻ ചേർക്കുന്നത്. റെഡ് വൈൻ ചേർക്കുന്നത് നിർബന്ധമില്ല, ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. അടുത്തത് നമുക്ക് ഇതിൽ ചിക്കൻ ചേർക്കാം. ഇത് 450 ഗ്രാം ചിക്കനാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അത് അതേപോലെ ഇത് പച്ചയ്ക്കുള്ളതാണ്. ഇത് വറുക്കുക പിടിക്കുക ഒന്നും വേണ്ട, ഇതിങ്ങനെ അങ്ങ് ചേർത്താൽ മതി. ചേർക്കാം. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് ഗ്രീൻ ഓണിയൻ എന്ന് പറയുന്നത്. ഗ്രീൻ ഓണിയൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓണിയനാണ് ഗ്രീൻ ഓണിയൻ എന്ന് പറയുന്നത്. അത് ചേർക്കാം. നമ്മുടെ ചൈനീസ് കുക്കിങ്ങിന് വേണ്ടത് വോക്ക് എന്ന് പറയുന്ന ഒരു പാത്രമാണ് വേണ്ടത്. നമുക്കത് ഇവിടെ ഇല്ലാത്ത കാരണം അതുണ്ട്, പക്ഷേ അത് വളരെ വലുതായത് കാരണം ഞാൻ സാധാരണ പാനാണ് എടുക്കുന്നത്. ഇതിൽ വോക്ക് ഇങ്ങനെ ഇതിലാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഒലിവ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. എല്ലാവരുടെയും ഒലിവ് ഓയിൽ വേണം നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർക്കുന്നു. ഇതിൽ നമുക്ക് ചേർക്കാനുള്ളത് ഇനി അല്പം ഗാർലിക്കാണ്, വെളുത്തുള്ളി. അത് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ചേർക്കാം ഇഞ്ചി, നമ്മൾ 2 മിനിറ്റ് ഇത് റോസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചു. ഇനി ബാക്കിയുള്ള ഓയിൽ 45 ml ഓയിൽ എന്നാണ് ഇതിന് പറയുന്നത്. അതിൽ ബാക്കിയുള്ള ഓയിൽ നമ്മൾ ചേർക്കുകയാണ്. ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതില്ലേ, ഇതിൻ്റെ ഈ വെള്ളം ഡിസ്കാർഡ് ചെയ്യണം. ഇത് നമ്മൾ ഊറ്റിക്കളയണം. ഇതിലെ സോസൊക്കെ നമ്മൾ മാറ്റണം. അത് നമ്മൾ ഉപയോഗിക്കേണ്ട. അത് നമ്മൾ ഈ ഓയിലിലേക്ക് ഇടുക. ഒരു 2-3 മിനിറ്റ് ഇതിനെ സ്റ്റിർ ഫ്രൈ ചെയ്യണം. നമ്മളിതൊരു 3 മിനിറ്റെങ്കിലും നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്യണം, സ്റ്റിർ ഫ്രൈ ചെയ്യണം. സ്റ്റിർ ഫ്രൈ ചെയ്യുന്നതിന് നമ്മൾ വോക്കാണെങ്കിൽ നമ്മളിങ്ങനെ ടോസ് ചെയ്യാം. ഈ ചൈനീസ് കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് ടോസ് ചെയ്യുക എന്നുള്ളത്. അതല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുമാതിരി ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിനൊരു പണിയുണ്ട്. നമ്മൾ നടുക്ക് ഈ നമ്മുടെ സ്പാറ്റുല അല്ലെങ്കിൽ സ്പൂണ് വെക്കുക. എന്നിട്ട് ഈ പാത്രം ഇങ്ങനെ ഇളക്കുക. പാത്രം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഏതാണ്ട് അതേ എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇതൊന്ന് വേവട്ടെ, ഫ്രൈ ആവട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോസ് ചെയ്യുക ഇടയ്ക്ക്.
അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ വെക്കുന്ന ഫ്ലെയിം മാക്സിമത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചൈനീസ് കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം മാക്സിമത്തിലാണ് ഇടുന്നത്. പക്ഷേ അതനുസരിച്ച് നമ്മൾ സ്റ്റർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 3 മിനിറ്റ് ആയില്ല, പകുതി സമയമായുള്ളൂ. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചേർക്കാനുള്ളത് ഗ്രീൻ പെപ്പർ എന്ന് പറയുന്നത്, നമ്മുടെ ക്യാപ്സിക്കത്തിനെയാണ് ഗ്രീൻ പെപ്പർ എന്ന് പറയുക. പിന്നെ റെഡ് പെപ്പറുണ്ട്, യെല്ലോ പെപ്പറുണ്ട്. അപ്പം നമ്മൾ ഇത് മതി, ഗ്രീൻ പെപ്പർ ചേർത്താൽ മതി. ഇത് 1 മിനിറ്റ് ഇതിൻ്റെ അകത്ത് കിടന്ന് വേവട്ടെ. അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കാനുള്ളത് നമ്മുടെ പച്ചമുളകാണ്. ഇത് ചെറിയ ഉണ്ടമുളകാണ്, ഇതൊരു 6 എണ്ണം ഉണ്ട്. അത് നമുക്കിതിൽ ചേർക്കാം. അപ്പോഴാണല്ലോ ഇത് ചില്ലി ആവുന്നത്. ഒരു 2 മിനിറ്റ് ഇത് വേണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത്, നമ്മൾ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഗാർലിക്ക്, ജിഞ്ചർ, അത് നമ്മൾ ചേർത്തു. അത് ചേർത്ത് അല്പം നേരം വേവട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ചേർക്കേണ്ടതുണ്ട്. സ്റ്റോക്കിൻ്റെ മിക്സ് ചേർക്കാനുണ്ട്. ഇനി നമ്മൾ സ്റ്റോക്കെന്നല്ല ഇതിന് പറയുന്നത്, സോസ് എന്നാണ് പറയുന്നത്. ചൈനീസിൽ സോസ് ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ചേർക്കണം. ഇതൊരു പ്രധാന ഭാഗമാണ് ചൈനീസ് കുക്കിങ്ങിലെ സോസ് ആഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, കുറച്ചിട്ടില്ല. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അല്പം ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഉപ്പൊക്കെ ചേർത്തു. ഇനി ഇത് കുറച്ച് നേരം ഇതൊന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ റെസിപ്പി പൂർണ്ണമാകും. ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രീൻ ചില്ലി ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസൻറ്റേഷന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അല്ല, വളരെ പെട്ടെന്നല്ല ഇതായത്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ചില്ലി ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരെ പെട്ടെന്നാവും, ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമ്മുടെ ചൈനീസ് വിഭവം, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചൈനീസ് വിഭവമായ ചിക്കൻ ഗ്രീൻ ചില്ലി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാവുന്നുണ്ട്. പിന്നെ ഈ റെസിപ്പി ഇതൊരു ഒറിജിനൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഒറിജിനൽ ചൈനീസ് റെസിപ്പിയാണ്. നിങ്ങൾ ഇത് നെറ്റിലൊന്നും തേടിയാൽ ഇത് കിട്ടാൻ പോണില്ല. കാരണം ഇത് ഒറിജിനലായിട്ടുള്ള സാധനമാണ്. ഇതങ്ങനെ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. പിന്നെ സോസുകളേ ഉള്ളൂ. ഇത് ഈ സോയാ സോസ് അങ്ങനെയുള്ള സോസുകൾ ചേർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇനി അടുത്ത തവണയായിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ ഞാനൊരു തായ് വിഭവം കൊണ്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ചൈനീസ് ആയില്ലേ, ഇനി നമുക്കൊരു തായും കൂടെ നോക്കട്ടെ, തായ്ലാൻഡ് വിഭവം. അത് ചിക്കനോ ഫിഷോ ഏതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങളോട് വിട പറയേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ജിയോ കിച്ചൺ ടൂർ വൈബ്സിൻ്റെ സൈഡിൽ നിന്നും നിങ്ങളെല്ലാവരും വിട വാങ്ങുകയാണ്. ഗുഡ് ബൈ.